പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടിലനൊരു കറിയാണ്. മാത്രമല്ല ഈ കറിക്ക് നമ്മൾ ഒരു തുള്ളി പോലും എണ്ണയൊന്നും ചേർക്കാതെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 4 സവാള ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ 4 സവാള. അതുപോലെ തന്നെ ഒരു 10-25ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു തുടം വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചത്, അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ കല്ലുപ്പ് എടുത്തേക്കുന്നത്, നിങ്ങൾ ഏത് ഉപ്പ് ഉപയോഗിക്കുന്നത് അതെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ സവാള ഒന്ന് ഞെരടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൈകൊണ്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ കൈകൊണ്ട് ഞെരടിയെടുക്കുക. ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയുടെയും എല്ലാവരുടെയും ആ ഫ്ലേവർ ഈ ബീഫിൽ കിട്ടണം. അതൊക്കെ രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം, ഞെരടിയെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാനൊന്ന് ചൂടായി വരുമ്പോൾ 10-12 വറ്റൽ മുളകും അതുപോലെ തന്നെ 2-3 കാശ്മീരി മുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലി. ഇനി 1 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ തന്നെ ഒരു 1.5 പീസ് പട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കോലം ചേർത്ത് കൊടുക്കുക, ഒരു ബേ ലീഫ്. ഇനി ഇതിലേക്ക് 3-4 ഏലക്കയും ഒരു 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ഓയിലൊന്നും ഒഴിക്കാതെ തീ ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങയും കൂടെ ചിരകിയത് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീഫ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ കറി ലീഫൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ലപോലെ മൂത്ത് നിറമെല്ലാം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ നമുക്കതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, കാരണം ഈ ബീഫിൽ നിന്ന് തന്നെ അതിൻ്റെ ആ എസൻസ് ഇങ്ങനെ ഊറി വരും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, ഒരു 1/2 കപ്പ് വെള്ളം, ചെറിയൊരു കപ്പിന് 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് ഞാനിതൊരു 6 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കുക. 6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കർ എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ച്, അത് മാത്രമല്ല നമ്മൾ വാങ്ങിക്കുന്ന ഓരോ ബീഫിൻ്റെതനുസരിച്ചിരിക്കും വേവൊക്കെ. ഇപ്പോൾ ഞാൻ തേങ്ങയും ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ എടുത്ത മസാലയും ഇതുപോലെ ഒന്ന് അരച്ചടച്ച് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തേങ്ങയൊക്കെ നല്ലപോലെ ചൂടായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എണ്ണമയം വരും. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ അടിച്ചെടുക്കുക. തേങ്ങയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ അടിച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ മിക്സാക്കി നല്ലപോലെ ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റോളം നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് കറി ലീഫൊക്കെ കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തി, നാടൻ കറിവേപ്പിലയൊക്കെ ചേർത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണമായിട്ടോ.
അപ്പോൾ ഈ പരിസരം എല്ലാം മണക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല മണമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പോലെ കറി വറ്റി തെളിഞ്ഞ് ആ തേങ്ങയിലുള്ള ആ എണ്ണ എല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ വറ്റി വരുന്നുണ്ട്. വീണ്ടും കുറച്ച് നേരം കൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ വീണ്ടും ഇത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറിയൊക്കെ തിളച്ച് ഇതാ തണുത്ത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ആ ടേസ്റ്റ് എന്താണെന്നുള്ളത്. നല്ല രസമാണ് കഴിക്കാൻ. ചൂട് ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, പൊറോട്ട, ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റിയ, ഒട്ടും തന്നെ ഓയിൽ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.